പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ആളുകളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് 2025 അവസാനിക്കാൻ പോകുകയാണല്ലോ. ബ്ലീച്ചർ റിപ്പോർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് 2025 WWE 6 ടോപ്പ് ലെവൽ സൂപ്പർ സ്റ്റാർസിൻ്റെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗ്രേഡ് കൊടുത്ത ആ ഒരു ആർട്ടികൾ നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആർട്ടികൾ അനുസരിച്ച് നമുക്കിഷ്ടപ്പെട്ട 6 സൂപ്പർ സ്റ്റാർസിനെ അവർ എങ്ങനെയാണ് ആ ഗ്രേഡ് കൊടുത്തിട്ട് അവർ വിലയിരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും താഴെ ലെവലിൽ, ഈ ലിസ്റ്റിൽ ഏറ്റവും താഴെ ലെവലിൽ ഒരു ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് സൂപ്പർ താരമായ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റോമൻ റീൻസിനാണ്. റോമൻ റീൻസ് 2025 പൂർണ്ണമായും ഒരു പാർട്ട് ടൈം റെസ്ലർ ആയിരുന്നു. മേജർ ഇവൻറ്റ്സ് ആയ റോയൽ റംബിള്, റെസ്ൽമേനിയ പോലെയുള്ള ഇവൻറ്റ്സുകളിലും ചില പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലും മാത്രമാണ് 2025 റോമൻ റീൻസ് മത്സരിച്ചത്. അവസാനമായി മത്സരിച്ചത് സർവൈവർ സീരീസിലായിരുന്നു. റോമൻ റീൻസിൻ്റെ സ്റ്റോറി റോയൽ റംബിളിലും റെസ്ൽമേനിയയിലുമൊക്കെ കിടിലമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റെസ്ൽമേനിയയ്ക്ക് ശേഷം സിത്രോൺസിനെതിരെ തുടങ്ങിയ സ്റ്റോറി അദ്ദേഹത്തിന് കൃത്യമായിട്ട് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. ഇടയ്ക്ക് ഊസോസുമായിട്ട് തെറ്റിപ്പിരിയുന്ന പോലെയൊക്കെ കാണിച്ചു, പക്ഷേ ആ സ്റ്റോറിയും എങ്ങോട്ടേക്കും എത്തിയില്ല. അതുകൊണ്ട് തന്നെ റോമൻ റീൻസ് പാർട്ട് ടൈം ഷെഡ്യൂൾ സ്വീകരിച്ചത് അത് ബ്ലീച്ചർ റിപ്പോർട്ട് ഒരു നെഗറ്റീവ് സൈഡാക്കിയിട്ട് റോമൻ റീൻസിൻ്റെ എടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് C+ ഗ്രേഡാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലിസ്റ്റിലെ ഏറ്റവും താഴ്ന്ന ഗ്രേഡ് സൂപ്പർ താരമായ റോമൻ റീൻസിനാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് വരുന്ന മറ്റൊരു റെസ്ലർ കോഡി റോഡ്സ് ആണ്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ. കമ്പനിയുടെ ഫേസ് ഓഫ് ദ കമ്പനി എന്ന നിലയിൽ നിൽക്കുന്ന താരവും കോഡി റോഡ്സ് ആണ്. കോഡി റോഡ്സിന് ജോൺസണെതിരെ നല്ലൊരു സ്റ്റോറി ലഭിച്ചു. അതുമാത്രമല്ല കോഡി റോഡ്സിന് നല്ല മത്സരങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചു. എല്ലാ ലൈവ് ഇവൻറ്റ്സിലും പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. പക്ഷേ സ്മാക്ഡൗൺ ബ്രാൻഡിൽ നല്ല സ്റ്റോറി പ്രൊഡ്യൂസ് ചെയ്യാൻ കോഡി റോഡ്സിന് സാധിച്ചിട്ടില്ല. ജോൺസണെതിരെയുള്ള ആ സ്റ്റോറി മാറ്റി നിർത്തിയാൽ ഡ്രൂ മാക്കൻഡയറിനെതിരെയുള്ള സ്റ്റോറി ആരാധകർക്കിടയിൽ അത്ര കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ കോഡി റോഡ്സിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുൻനിരയിലേക്ക് കയറി വരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബ്ലീച്ചർ റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. കോഡി റോഡ്സിനെ കൊണ്ട് സ്മാക്ഡൗണിൻ്റെ റേറ്റിംഗ്സ് ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പോയിന്റും അവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ കോഡി റോഡ്സിന് ഒരു B+ ഗ്രേഡാണ് ബ്ലീച്ചർ റിപ്പോർട്ട് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ 2025 കൊടുത്തിട്ടുള്ളത്. പിന്നീട് വരുന്നത് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്ധർ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ തന്നെ 2 ടോപ്പ് മൗണ്ടൻ റെസ്ലേഴ്സായ ഗോൾഡ്ബർഗ്, ജോൺസിന തുടങ്ങിയവരെ റിട്ടയർമെൻറ്റ് മാച്ചിൽ പരാജയപ്പെടുത്തി ഇവരെ റിട്ടയർ ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള അപൂർവം നേട്ടം ഗന്ധറിന് സ്വന്തമാക്കാൻ സാധിച്ച വർഷമായിരുന്നു 2025. ജെ ഉസൈക്കെതിരെ ഗന്ധർ പരാജയപ്പെട്ടതൊക്കെ ഈ 2 വിജയങ്ങളോടുകൂടി ഗന്ധറിനെ മാറ്റിക്കുറിക്കാൻ സാധിച്ചു. നിലവിൽ ഗന്ധർ ഒരു മെഗാ വില്ലൻ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ആരാധകർ തിരിയുന്നതും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ആരാധകർ പോലും അദ്ദേഹത്തെ വെറുക്കുന്ന രീതിയിലേക്ക് പോകുന്നതും ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ 2025 ഗന്ധറിൻ്റെ മാച്ചിൻ്റെ ക്വാളിറ്റി, അദ്ദേഹത്തിന് ലഭിച്ച അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ബ്ലീച്ചർ റിപ്പോർട്ട് A ഗ്രേഡാണ് ഗന്ധറിന് കൊടുക്കുന്നത്. മറ്റൊരു റെസ്ലർ സിത്രോൺസ് ആണ്. സിത്രോൺസ് നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. പക്ഷേ 2025 ആരാധകരെയും അതുപോലെ തന്നെ റെസ്ലിംഗ് ജേർണലിസ്റ്റുകളെയും ഒരുപോലെ പറ്റിച്ച അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ കൃത്യമായി യൂസ് ചെയ്ത ഏക റെസ്ലർ ഉണ്ടെങ്കിൽ അത് സിത്രോൺസ് ആണ്. അദ്ദേഹം ഒരു ഫേക്ക് ഇഞ്ചുറി കാണിച്ച് ആരാധകരെയും മറ്റും എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സഹ റെസ്ലേഴ്സിനെ പോലെ അദ്ദേഹം ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ സിത്രോൺസ് 2025 പൂണ്ട് വിളയാടി എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ സിത്രോൺസിന് സംഭവിച്ച ഇഞ്ചുറി WWE സ്റ്റോറികളെ ഒന്നടങ്കം ബാധിക്കുന്നതാണ് പിന്നീട് ഈ 2025 അവസാനത്തേക്ക് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അതിന് മുൻപ് തന്നെ സിത്രോൺസ് വലിയൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റെസ്ൽമേനിയയിലെ മെയിൻ ഇവൻറ്റിൽ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ റോമൻ റീൻസിനെയും CM പങ്കിനെയും ഒക്കെ പരാജയപ്പെടുത്തി വിജയം കരസ്ഥമാക്കിയതും പിന്നീട് ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കൊണ്ടുവന്നതും ആ ഒരു ഇഞ്ചുറി, ആ ഫേക്ക് ഇഞ്ചുറി കാണിച്ചതും പിന്നീട് ചാമ്പ്യൻ ആയതുമൊക്കെ സിത്രോൺസ് ഒരു ബെഞ്ച് മാർക്ക് തന്നെ 2025 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലീച്ചർ റിപ്പോർട്ട് ഈ പോയിന്റുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി A ഗ്രേഡ് സിത്രോൺസിനും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റെസ്ലർ CM പങ്ക് എന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനാണ്. 2024 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2025 CM പങ്ക് എല്ലാ മേജർ ഇവൻറ്റ്സുകളിലും റോയൽ പോലും മത്സരിച്ചിട്ടുണ്ട്. CM പങ്ക് വേൾഡ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. നിലവിലെ ചാമ്പ്യൻ കൂടിയാണ്. കൂടാതെ പരിക്കൊന്നും ഇല്ലാതെ 2025 കംപ്ലീറ്റ് ചെയ്യാൻ CM പങ്കിന് സാധിച്ചു. നല്ല സ്റ്റോറി ലൈനുകൾ അദ്ദേഹത്തിന് റെസ്ൽമേനിയ മെയിൻ ഇവൻറ്റ് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ CM പങ്കിന് 2025 ഇവിടെ ചെന്ന്
കൊണ്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ 2025 WWE കോഡി റോഡ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള മറ്റൊരു ടോപ്പ് റെസ്ലർ അത് CM Punk ആണ്. റോയുടെ മുഖമായിട്ട് അവർ എടുത്തു കാട്ടുന്നത് നിലവിൽ CM Punkനെയാണ്. അപ്പോൾ CM Punkന് അദ്ദേഹത്തിൻ്റെ മാച്ചിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊമോസിൻ്റെ ഒരു ക്വാളിറ്റി. ആ പ്രൊമോസിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ എടുത്ത് പറഞ്ഞ് ബ്ലീച്ചർ റിപ്പോർട്ട് ഒരു A ഗ്രേഡാണ് കൊടുക്കുന്നത്. ഈ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ താരം എന്ന് പറയുന്നത് ജോൺ സിനയാണ്. നമുക്കറിയാം 2025 അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ടൂറായിരുന്നു. 2025 എല്ലാ പ്രീമിയം ലൈവ് ഇവൻറ്റ്സുകളിലും ജോൺ സിന മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആരാധകർ കാത്തിരുന്ന എല്ലാ മൊമെൻറ്റ്സും ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് ടൂറിൽ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചു. അദ്ദേഹം വില്ലൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. റോക്ക്, ട്രാവിസ് സ്കോട്ട് തുടങ്ങിയ ഒരു മെഗാ ഫാക്ഷൻ്റെ ഒരു രൂപീകരണം ഉണ്ടായേക്കും എന്നുള്ളതിൻ്റെ സൂചന നൽകി. പക്ഷേ അത് എങ്ങോട്ടേക്കും എത്തിയില്ല. തിരികെ ഫേസായി മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആയി. കൂടാതെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനായി. നല്ല മത്സരങ്ങൾ കളിച്ചു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ നല്ല ക്വാളിറ്റി മാച്ചസ് അദ്ദേഹം കളിച്ചു. ഇപ്പോൾ ലോഗൻ പോൾ, AJ സ്റ്റൈൽസ് തുടങ്ങി കോഡി റോഡ്സിനെതിരെ കളിച്ച ആ മത്സരം അതൊക്കെ ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളായിരുന്നു സമ്മർ സ്ലാമിലെ. അങ്ങനെയുള്ള ഒട്ടനവധി മത്സരങ്ങൾ കളിച്ച് അദ്ദേഹം A ഗ്രേഡ് ബ്ലീച്ചർ റിപ്പോർട്ടിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 4 റെസ്ലേഴ്സിന് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഈ 4 റെസ്ലേഴ്സ് 2025 അവരുടെ പേരിലേക്ക് എഴുതിയെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് മെയിൽ സൂപ്പർ സ്റ്റാർസിനെ സംബന്ധിച്ചാണ്. ഇതുപോലെ വുമൻസ് ഡിവിഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബ്ലീച്ചർ റിപ്പോർട്ട് പങ്കുവെച്ച അപ്ഡേറ്റ്സ് ഞാൻ പങ്കുവെക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, അമേരിക്കയിൽ ഇപ്പോൾ ഹോളിഡേ സീസണാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം ലൈവ് ഇവൻറ്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് WWE നടത്തിയിട്ടുണ്ട്. ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഈ ലൈവ് ഇവൻറ്റ്സിൽ നിന്ന് 2 രസകരമായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ഒന്നാമത്തേത് ജെ ഊസോ യീറ്റ് അടിക്കുമ്പോൾ ബ്രൗൺ ബ്രേക്കർ പിറകിലൂടെ വന്ന് ആക്രമിച്ചതാണ്. നമുക്കറിയാം മത്സരം തുടങ്ങുന്നതിന് മുൻപും മത്സരങ്ങളുടെ ഇടയിലും, അതായത് എത്ര സീരിയസ് ആയിട്ടുള്ള മത്സരമായാലും എത്ര കഠിനമായിട്ടുള്ള എതിരാളിയായാലും ഈ ജെ ഊസോ മ്യൂസിക് ഇട്ട് ഈറ്റടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് രീതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നല്ലൊരു അടി ബ്രൗൺ ബ്രേക്കറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ലൈവ് ഇവൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തേത് മറ്റൊരു രസകരമായതും വൈറലുമായിട്ട് മാറിയൊരു വീഡിയോ AJ സ്റ്റൈൽസിൻ്റെതാണ്. മത്സരം കഴിഞ്ഞ് ആ ബാരിക്കേഡിന് അടുത്തുള്ള ആരാധകർക്ക് ഓട്ടോഗ്രാഫൊക്കെ സൈൻ ചെയ്ത് AJ സ്റ്റൈൽസ് നടന്നു വരുന്ന ഒരു സമയത്ത് AJ സ്റ്റൈൽസിനോട് AEW വേൾഡ് ടൈറ്റിലിൽ ഒരു ഒപ്പിട്ട് തരാമോ എന്ന് ആരാധകൻ ചോദിച്ചപ്പോൾ നിങ്ങളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് AJ സ്റ്റൈൽസ് തിരിച്ചു ചോദിച്ചു. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നിക്ക് അതുപോലെ തന്നെ മാറ്റ്, അതായത് നിക്ക് ജാക്സൺ, മാറ്റ് ജാക്സൺ, യങ് ബക്സ് അവരോട് പറഞ്ഞ് നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു ടൈറ്റിലിൽ എനിക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. വളരെ പൊളൈറ്റായിട്ട് അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അല്ലാതെ ചൂടാകുന്നതോ അദ്ദേഹം അത് എടുത്തെറിയുന്നതോ ആയിട്ടുള്ളതല്ല. വളരെ പൊളൈറ്റായിട്ട് എനിക്കിതിൽ ഒപ്പിടാൻ സാധിക്കില്ല, AEWനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് AJ സ്റ്റൈൽസ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതെന്തായാലും വലിയൊരു വൈറലായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും ലൈവ് ഇവൻറ്റ്സിന് ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് WWE അടുത്ത ഹോൾ ഓഫ് ഫെയിമറായിട്ട് ഇൻഡക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന, നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് ക്രിസ് ജെറീക്കോയുടെ പേര്. മുൻ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ക്രിസ് ജെറീക്കോയുടെ AEW കോൺട്രാക്റ്റ് ഡിസംബർ 31 അവസാനിക്കാൻ പോകുകയാണ് എന്നാണ് സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല, ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം നമ്മൾ കേട്ടിരുന്ന WWEയിലേക്കുള്ള ക്രിസ് ജെറീക്കോയുടെ തിരിച്ചുവരവ് നമുക്ക് ജനുവരിയിലെ ആദ്യ റോ എപ്പിസോഡിൽ തന്നെ കാണാൻ സാധിച്ചേക്കാം എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറിയതിന് ശേഷം ആദ്യ ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്ന ജനുവരി 6 റോ എപ്പിസോഡിൽ ക്രിസ് ജെറീക്കോയുടെ റിട്ടേൺ WWE ചിലപ്പോൾ നടത്തിയേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വമ്പൻ അപ്ഡേറ്റ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.